കോതമംഗലത്ത് നിന്നും ആലുവ മൂന്നാർ രാജപാത വഴി ഇടമലക്കുടി ട്രൈബൽ മേഖലയിലേക്ക് റോഡ് നിർമ്മിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് N.K. പ്രേമചന്ദ്രൻ എംപിക്ക് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് ആക്ഷൻ കൗൺസിൽ നിവേദനം നൽകി. ഇടമലക്കുടിയിലേക്ക് പഴയ രാജപാത വഴി പുതിയ റോഡുണ്ടായാൽ 51 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് സമിതി നേതാക്കൾ പറയുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് എംപിയെ കണ്ട് സമിതി അംഗങ്ങൾ നിവേദനം നൽകിയത്. കോതമംഗലത്ത് നിന്നും പഴയ ആലുവ മൂന്നാർ രാജപാത വഴി ഇടമലക്കുടി ട്രൈബൽ മേഖലയിലേക്ക് ഒരു റോഡ് പദ്ധതി ഉണ്ടാകണമെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ കോതമംഗലത്തു നിന്നും ഇടമലക്കുടി ട്രൈബൽ മേഖലയിൽ എത്തിച്ചേരുവാൻ ഈ റോഡ് അനിവാര്യമാണ്. കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി, പിണ്ടിമേട്, പെരുമ്പൻകുത്ത്, ആനക്കുളം വഴി ഇടമലക്കുടി സൊസൈറ്റിയിലേക്ക് നിലവിലുള്ള ദൂരം 69 കിലോമീറ്റർ മാത്രമാണ്. എന്നാൽ കോതമംഗലത്തു നിന്നും മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്ക് പെട്ടിമുടി വഴി 120 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടേക്ക് എത്തിച്ചേരാൻ. പുതിയ റോഡുണ്ടായാൽ 51 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് മെച്ചം. വിഷയം കേന്ദ്ര ട്രൈബൽ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് മുതിർന്ന പാർലമെന്റ് അംഗം N.K. പ്രേമചന്ദ്രനെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ നേരിട്ട് കണ്ട് നിവേദനം നൽകിയത്. നിവേദക സംഘത്തിൽ പ്രസിഡന്റ് ഷാജി വയ്യാനിക്കൽ, രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, ഫാദർ ജോസ് ചിറപ്പറമ്പിൽ, ജനറൽ കൺവീനർ KS ഗോപിനാഥൻ, ജോസ് വടാട്ടുപാറ എന്നിവർ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.